ശ്രീ ഷാജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം വാൽപ്പാറയിലാണുള്ളത്. ശ്രീ ഷാജി, അപകടം നടന്ന സ്ഥലത്താണോ താങ്കളുള്ളത്? അതെ, ഞാൻ വാൽപ്പാറ, അതായത് ഈ സംഭവം നടന്നതിന് 30 കിലോമീറ്റർ പുറത്താണ് ഞാൻ താമസിക്കുന്നത്. വാൽപ്പാറ ടൗണിലാണ് ഞാൻ താമസിക്കുന്നത്. സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ നിന്ന് താഴേക്ക് പൊള്ളാച്ചിക്ക് ഇറങ്ങുന്ന വഴിക്കുള്ള ഹാപ്പിൻ പിന്നിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയതാണല്ലേ? താങ്കളുള്ള വാൽപ്പാറയിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്? വാൽപ്പാറ വഴി, വാൽപ്പാറയിൽ നിന്ന് പോയിരിക്കുന്നതാണ് വണ്ടി. വാൽപ്പാറയിൽ നിന്ന് അവർ പൊള്ളാച്ചി വഴിക്ക് കടന്നു പോകാനായിട്ട് പോയിരിക്കുന്ന. ഈ സ്ഥലത്തിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സ്ഥലം ഹാർപ്പിനാണ്. അപ്പോൾ ഹാർപ്പിൻ, ഈ ഒരു പർട്ടിക്കുലർ ഹാർപ്പിൻ ഇച്ചിരി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഹാർപ്പിനാണ്. ഓപ്പോസിറ്റിൽ വരുന്ന വണ്ടികൾ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റാത്തൊരു ഹാർപ്പിനാണ്. പിന്നെ ഇത് ഇറക്കം ആയതിൻ്റെ പേരിൽ ഒരു ബ്രേക്ക് കിട്ടാതെ പോവുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ സാധ്യത. അപ്പോൾ ഒരു 13ാമത്തെ ബെൻഡിൽ നിന്ന് നേരെ അതിൻ്റെ അടുത്ത ബെൻഡ്, അതായത് 11ാമത്തെ ബെൻഡിലേക്കാണ് വണ്ടി വീണിരിക്കുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഇത്രയും ഇതായിരിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്തുള്ള ആരെങ്കിലുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും അങ്ങേക്ക്? ഇല്ല, അത് അവിടെ ഇപ്പോൾ ബ്ലോക്കിൽ നിൽക്കുന്ന ആൾക്കാർ അവർ വിളിച്ച് പറയുന്ന ഡീറ്റെയിൽസ് ഉള്ളൂ. കാരണം അവിടെ ആംബുലൻസിനും മറ്റും പോകാനായിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടി 2 സൈഡും റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ സ്ഥലത്ത് നിൽക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു 8 പേരൊക്കെ മരിച്ചു എന്നുള്ളതാണ് അവർ പറയുന്ന വിവരം. പക്ഷെ ഒഫീഷ്യലായിട്ട് നമുക്കൊന്നും ഡീറ്റെയിൽസ് ഒന്നും അവരങ്ങനെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ന്യൂസുകളിൽ 10 എന്നൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ ഈ ന്യൂസിൽ കാണുന്നൊക്കെ ഉള്ളൂ. നമുക്ക് നേരത്തെയും ഈ സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നോർമലി ഇതിങ്ങനെ ഒക്കേഷണലി, അതായത് നമുക്കിപ്പോൾ ഒരു അവിടുത്തെ 2ാമത്തെ ഹാർബറിൽ നേരത്തെ ഒരു ബസ് മറിഞ്ഞിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെയുള്ള ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അങ്ങനത്തെ ആക്സിഡൻസ് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊക്കെ റോഡുകളൊക്കെ വീതി ഉള്ളതാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ കാര്യമായിട്ടുള്ള അപകടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ മറ്റേ മലയുടെ പാറയുടെ മുകളിൽ പോയി അടിച്ചത്, അങ്ങനത്തെ ഒക്കെ ആക്സിഡൻസ് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഈ ഹാപ്പനിൽ നിന്ന് മറിഞ്ഞു വീഴുന്നൊക്കെ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചിട്ടില്ല അത് അടുത്തൊന്നും. ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്നും എത്ര ദൂരത്താണ് ഈ ആശുപത്രികളൊക്കെ ഉള്ളത്? ആശുപത്രികളിലേക്ക് ഒരു ഹെൽത്ത് സെൻ്ററൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ടാവും. അതല്ല ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30-35 കിലോമീറ്റർ ദൂരമില്ല. അത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അവർക്ക് ഹോസ്പിറ്റലുള്ളത്. ഈ രക്ഷാപ്രവർത്തനം എപ്പോൾ നടന്നു? അപകടം എപ്പോൾ ഉണ്ടായി? അക്കാര്യങ്ങളിലൊക്കെ ഈ വാഹനങ്ങളിലുള്ളവരുമായൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നോ? രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് ഇച്ചിരി സമയം പിടിച്ചിട്ടുണ്ട് എല്ലാവർക്കും. കാരണം ഈ ആക്സിഡന്റ് സംഭവങ്ങൾ അറിയിച്ച് പിന്നെ ഇതിന്റെ ന്യൂസുകൾ, കാരണം ആ പർട്ടിക്കുലർ സ്ഥലത്ത് റേഞ്ചില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതിൽ നിന്ന് ആര്യാർ ഇറങ്ങിയിട്ടാണ് നമുക്ക് റേഞ്ച് ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അറിയിച്ച് സംഭവങ്ങളൊക്കെ നടന്ന് ഇപ്പോൾ ആംബുലൻസുകൾ വന്ന് ക്ലിയർ ചെയ്തെന്നാണ് കേട്ടത്. നന്ദി. ശ്രീ ഷാജി, വാൽപ്പാറയിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വാൽപ്പാറ ടൗണിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ നിന്ന് 10-30 കിലോമീറ്റർ ദൂരത്താണ് ഈ അപകടം. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഭാഗമാണ്, അവിടെയാണ് അപകടം ഉണ്ടായത്. മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു ഈ അപകടം. പക്ഷേ റോഡുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല വീതിയുണ്ട്. നേരത്തെ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന സ്ഥലം, അത് അപകട സാധ്യത അല്പം കൂടിയ ഇടമാണ്. എന്താണ് ശ്രീ ഷാജി, പ്രദേശവാസിയെ ശ്രീ ഷാജി പറഞ്ഞത്? പൊള്ളാച്ചിയിലെ ആശുപത്രികളിലേക്കാണ് എല്ലാവരെയും മാറ്റിയിരിക്കുന്നത്. അപകട നടന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട് പൊള്ളാച്ചിയിലേക്ക് എന്നതുമാണ്. അതിദാരുണമായ സമാനതകളില്ലാത്ത ഒരു അപകടമാണിത് എന്ന് പറയേണ്ടി വരും. കാരണം LP സ്കൂളിലെ അധ്യാപകരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 8 പേർ മരിച്ചു എന്നതാണ് ഇപ്പോൾ മലപ്പുറത്തെ LP സ്കൂളാണ്. പാങ്ങിലെ LP സ്കൂളാണ്. പാങ്ങ് GLP സ്കൂൾ അധ്യാപകരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. 12 അധ്യാപകരും ഒരു ഡ്രൈവറും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. മരിച്ച 8 പേരിൽ 7 പേർ സ്ത്രീകളാണ് എന്നതാണ് ഈ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. അധ്യാപകരാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും മരിച്ചതും അധ്യാപികമാരായിരിക്കും. അവരുടെ മറ്റു വിവരങ്ങളൊക്കെ ലഭിച്ചു വരുന്നതേയുള്ളൂ.